വെൽക്കം ടു അസ്പയർ ഡിഫൻസ്. ഇന്ന് അസ്പയർ ഡിഫൻസ് അക്കാഡമിക്ക് അഭിമാനത്തിന്റെ നിമിഷമാണ്. പ്രശസ്തമായ മിലിറ്ററി നഴ്സിംഗ് സർവീസ് 2025 പരീക്ഷയിൽ അസ്പയർ ഡിഫൻസ് അക്കാഡമിയുടെ നിരവധി വിദ്യാർത്ഥികളാണ് മികച്ച ഓൾ ഇന്ത്യ റാങ്കുകൾ കരസ്ഥമാക്കിയിരിക്കുന്നത്. അവയിൽ ഓൾ ഇന്ത്യ റാങ്ക് 181 നേടിയിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി ദിയ. ദിയ ഈസ്റ്റേൺ കമാൻഡ് കൊൽക്കത്തയിൽ അഡ്മിഷൻ നേടിയിരിക്കുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ദിയ ജോയിൻ ചെയ്യുകയാണ്. ദിയയുടെ വിജയയാത്രയും അനുഭവങ്ങളും നമ്മളോടൊപ്പം പങ്കുവെക്കാനായിട്ട്. വെൽ ഡൺ ദിയ, കൺഗ്രാറ്റുലേഷൻസ്. വെൽക്കം ടു ആസ്പയർ ഡിഫൻസ്. വെൽക്കം ദിയ. ദിയ ആസ്പയർ ഡിഫൻസ് 2025 MNS കോച്ചിങ് പ്രോഗ്രാമിലെ സ്റ്റുഡൻ്റ് ആണ്. ദിയ ഓൾ ഇന്ത്യ റാങ്ക് 181 MNS 2025 അച്ചീവ് ചെയ്തു. ദിയ, എന്താണ് ഫസ്റ്റ് തോന്നിയത്? റിസൾട്ട് അറിഞ്ഞപ്പോൾ ആദ്യം തോന്നിയ മനസ്സിൽ തോന്നിയിട്ടുള്ള ഇംപ്രഷൻ അല്ലെങ്കിൽ എന്താണ്? വാട്ട് യു ഫെൽറ്റ് ദാറ്റ് മൊമെന്റ്? സന്തോഷമായി, സമാധാനം തോന്നി, അത്രയൊക്കെ തന്നെ. ഓക്കെ, സന്തോഷവും സമാധാനവും തോന്നി അല്ലേ? ആരുടെ അടുത്താണ് റിസൾട്ട് ആദ്യം പറഞ്ഞത്? ആദ്യം റാങ്ക് ലിസ്റ്റ് വന്നപ്പം ഞാനും അച്ഛനും കൂടിയാ നോക്കിയത്. എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ ഇൻഫോം ചെയ്തു, എടാ അതാ ഇങ്ങനെ റാങ്ക് ലിസ്റ്റ് വന്ന് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പം പുള്ളിക്കാരത്തി തന്നെ ഇൻഫോം ചെയ്തു, സൈറ്റിൽ വന്നു. ആ റോൾ നമ്പർ 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് നോക്കിയോ, അല്ലെങ്കിൽ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി പ്രാവശ്യം നോക്കി. ഓക്കെ, അവസാനം ആ നമ്പർ തന്നെയാണെന്ന് ഉറപ്പിച്ചു അല്ലേ? നമ്മുടെ നമ്പർ തന്നെയാണ്. അതിന് ശേഷം മാത്രമാണ് ഉറപ്പിച്ചത്, കാരണം പിന്നെ ഒരു പേടി, ഓക്കെ ആണോ അല്ലയോ അങ്ങനെ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ ദിയ, ദിയയുടെ ഈ ഒരു മിലിറ്ററി നഴ്സിംഗ് സർവീസ് എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ഒന്ന് വളരെ ചെറുതായിട്ടൊന്ന് പറയാമോ? ഒരു ബ്രീഫ് ആയിട്ട്, നമ്മുടെ അടുത്ത വർഷത്തെ കുട്ടികൾക്കുള്ള ഒരു മോട്ടിവേഷൻ കൂടിയായിരിക്കും അത്. എങ്ങനെയായിരുന്നു ദിയയുടെ ജേണി? സർ, ടു ബി ഓണസ്റ്റ്, ഞാൻ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യായിരുന്നു. AFMC പൂനെയിൽ MBBS വേണ്ടി തന്നെ എയിം ചെയ്ത് പഠിച്ചതാണ്. എന്റെ ലാസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു ഇത്. ഇനി AFMC പൂനെയിൽ MBBS എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഓപ്ഷൻ എന്നൊരു രീതിയിലല്ല, പക്ഷേ മെഡിക്കലും അതുപോലെ തന്നെ ആംഡ് ഫോഴ്സുമുള്ള വേറെ ആകെയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് മിലിറ്ററി നഴ്സിംഗ് സർവീസ് മാത്രമാണ്. അങ്ങനെ ഇതിലോട്ട് തിരിഞ്ഞതാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, ഫൈൻ. ഓക്കെ, ഈ യൂണിഫോം ജോബ് അല്ലെങ്കിൽ ഇന്ത്യ, നമ്മുടെ രാജ്യത്തെ സെർവ് ചെയ്യാന്നുള്ളത് ഒരു ലക്ഷ്യമായിരുന്നോ എപ്പോഴെങ്കിലും? രാജ്യത്തെ സെർവ് ചെയ്യാ, അതെ, അത് എപ്പോഴും അതെ, നല്ലതാണല്ലോ. എനിക്ക് ആർമി ഫോഴ്സ് ഭയങ്കര ഇഷ്ടമാണ്, ഇന്ത്യൻ ആർമി ഇഷ്ടമാണ് കുഞ്ഞിലേ തൊട്ട്. അതുകൊണ്ട് അതാണ് ഒരു ചെറുപ്പം തൊട്ടുള്ള ഒരു വൺ ഓഫ് ദി റീസൺ അല്ലേ? ഓക്കെ, ഫൈൻ. ദിയക്ക് എന്താ തോന്നുന്നത്? അതായത് നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് മിലിറ്ററി നഴ്സിംഗ് സർവീസ് എന്ന് പറയുന്ന ഒരു പരീക്ഷയെ കുറിച്ച് അധികം ആർക്കും അറിയത്തില്ല. അപ്പൊ എന്റെ ചോദ്യം, നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് മിലിറ്ററി നഴ്സിംഗ് സർവീസ് ഒരു സുവർണാവസരമാണോ? എന്താ ദിയയുടെ അഭിപ്രായം? അതെ, സുവർണാവസരം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഒരു ഗോൾഡൻ ചാൻസ്. എന്റെ കേസിൽ എനിക്ക് നീറ്റിന് മറ്റേ ടോപ്പ് നോട്ട് സ്കോർ ഒന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് മിസ്സിന് MBBS പോയ ആളൊന്നും അല്ല, നല്ല മാർക്ക് കുറവായിരുന്നു. പക്ഷെ എന്നിരുന്നാലും അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൽ റാങ്ക് ലിസ്റ്റിൽ വരുമെന്നോ അങ്ങനെയൊന്നും പ്രതീക്ഷയില്ലായിരുന്നു. പിന്നെ ഈ മിലിറ്ററി MBBS എയിം ചെയ്തിട്ട് നഴ്സിങ്ങിന് പോവാന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മള് ഉള്ളിന്റെ ഉള്ളിൽ കൊണ്ട് നമ്മൾ MBBS അല്ലേ ആഗ്രഹിച്ചത്, അപ്പം ഒരു വിഷമം വരും. പക്ഷേ മിലിറ്ററി നഴ്സിംഗിന്റെ കേസിൽ ഒരിക്കലും വിഷമം വരൂല. നാട്ടില് ഞാൻ ഓൾറെഡി MBBS അഡ്മിഷൻ എടുത്തായിരുന്നു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ. അപ്പം പക്ഷെ എനിക്ക് ഒരു റിഗ്രറ്റും തോന്നുന്നില്ല. അവിടെ നിന്ന് നല്ല TC വാങ്ങിച്ചിട്ട് തിരിച്ചിറങ്ങിയപ്പോ ഒത്തിരി സന്തോഷമായിരുന്നു. ഓക്കെ, ഇപ്പൊ സുഖം, സ്വസ്ഥം, സമാധാനം, സന്തോഷം. കുട്ടികൾക്ക് ഇതിനെ കുറിച്ച് അറിയൂല, മിലിറ്ററി നഴ്സിംഗിനെ കുറിച്ചിട്ട്. എനിക്ക് തന്നെ വേണമെങ്കിൽ ഫസ്റ്റ് +2 കഴിഞ്ഞപ്പോഴേ ഇതിന് കൊടുക്കാമായിരുന്നു, പക്ഷെ എനിക്ക് ഇതിനെ കുറിച്ചുള്ള അറിവില്ലായിരുന്നു. AFMC പൂനെനെ കുറിച്ച് അറിയാന്നല്ലാതെ മിലിറ്ററി നഴ്സിംഗ് സർവീസിനെ കുറിച്ചിട്ട് ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. ഈ നീറ്റ് പ്രിപ്പറേഷൻ നമ്മളൊക്കെ കുട്ടികൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പൊ ഈ നീറ്റ് പ്രിപ്പറേഷന്റെ കൂടെ നമ്മുടെ മിലിറ്ററി നഴ്സിംഗിന്റെ സബ്ജക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ ഇന്റലിജൻസ് ആണ്. ടെസ്റ്റ് ഓഫ് ജനറൽ ഇന്റലിജൻസ്, ജനറൽ നോളജ് ആൻഡ് ജനറൽ ഇംഗ്ലീഷ്. ഈ സബ്ജക്ട്സ് നീറ്റിന്റെ ഹെക്ടിക് പ്രിപ്പറേഷന്റെ നടുവിൽ
ഒരു വീക്കിൽ ഒരു ദിവസമൊക്കെ ഇത് പഠിക്കുന്നത് ഒരു സ്ട്രെസ് ബേസ്റ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ലേ? യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇത് മൂന്നും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ്. എക്സാക്ട്ലി. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പോലുള്ള ഒന്നല്ല. പക്ഷേ എന്റെ കേസിൽ എനിക്ക് നീറ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചത്. എനിക്ക് അറിയൂലായിരുന്നു ഈ ഒരു ഈ ആപ്ലിക്കേഷൻ ടൈമില് ലാസ്റ്റ് ആപ്ലിക്കേഷൻ ഡേറ്റിന്റെ ലാസ്റ്റ് ഡേറ്റില് എനിക്ക് തോന്നുന്നു ഏതോ 30th ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ്. പിന്നെ അത് 2 ദിവസത്തേക്ക് നീട്ടി. ആ നീട്ടിയ 2 ദിവസം ആ സമയത്താണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിയുന്നതും പോയി അപ്ലൈ ചെയ്യുന്നതും അപ്ലൈ ഒക്കെ. ഓക്കെ, ഗ്രേറ്റ്. ശരിക്കും നല്ല കാര്യമാണ് അപ്ലൈ പ്രിപ്പയർ ചെയ്യുന്നത്, ഓക്കെ ജി കെ ഒക്കെ പഠിക്കാൻ. ഓക്കെ, ഫൈൻ. ഓക്കെ ദിയ, നമ്മുടെ അസ്പയർ ഡിഫൻസിന്റെ കോഴ്സസ്, എസ്പെഷ്യലി മിലിറ്ററി നഴ്സിംഗ് സർവീസ് 2025 വേണ്ടിയിട്ട് നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ കൊടുത്ത കോച്ചിങ് പ്രോഗ്രാം ആണ് ദിയ അറ്റൻഡ് ചെയ്തത്. അത് ദിയക്ക് എങ്ങനെ യൂസ്ഫുൾ ആയി ഒന്ന് പറയാമോ? ഇത് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ നോക്കിയപ്പോ എനിക്ക് അറിയൂല ഇതിനെ കുറിച്ച് എന്താ ചെയ്യാനുള്ളത്. ഇന്റർവ്യൂവും CBT ഒക്കെ ഉണ്ട് എന്നറിയാല്ലാതെ ഓക്കെ എന്ത് ടൈപ്പ് ഇന്റർവ്യൂ ആണ്, എന്ത് CBT ആണ് എന്നൊന്നും അറിയാൻ വയ്യായിരുന്നു. അപ്പം യൂട്യൂബിൽ നോക്കിയപ്പം ഇതേപോലെ കേരളത്തില് ഇങ്ങനെ ആസ്പെയർ ഡിഫൻസ് അക്കാഡമി എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ ഞാൻ സാറിനെ കോൺടാക്ട് ചെയ്തു. സാർ എനിക്ക് ആപ്പ് തന്നു. അപ്പൊ അതിൽ നോക്കിയപ്പം സാറിനെ പറഞ്ഞു അതിൽ എക്സാമുകളുണ്ട്, ഇതുണ്ട്. പക്ഷേ അപ്പം അതിലെ GK ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി. കാരണം ഈ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ GK ഒക്കെ നല്ല ഉഗ്രൻ വീക്കാണ്. പിന്നെ ഓക്കെ അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കി. പിന്നെ GK ഞാൻ നോക്കാൻ നിന്നില്ല. കാരണം ഇംഗ്ലീഷും ജനറൽ ഇന്റലിജൻസും നോക്കാന്ന് വിചാരിച്ചു. കാരണം അത് രണ്ടും പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാലോ. പിന്നെ അത് രണ്ടും ഓക്കെ ആക്കി നോക്കി. പിന്നെ കഴിഞ്ഞ 2 മാസത്തെ ന്യൂസ് പേപ്പർ ചെറുതായിട്ടൊന്ന് നോക്കി. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂവിന്റെ വീഡിയോസ് ചെറുതായിട്ട് മറ്റൊരു മാമുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോകളൊക്കെ അത് നോക്കി. പിന്നെ ChatGPT യൂസ് ചെയ്ത് ബാക്കി ChatGPTയുടെ അടുത്ത് ചോദിച്ചു ഇന്റർവ്യൂവിന് എങ്ങനെയായിരിക്കും ചോദിക്കണേ. പക്ഷെ ChatGPT ചോദിച്ച പോലെ തന്നെ അങ്ങ് പോയി. ഓക്കെ, ഫൈൻ. ഓക്കെ ദിയ, മിലിറ്ററി നഴ്സിംഗ് സർവീസ് 2025 ദിയക്ക് തോന്നിയിട്ടുള്ളത് CBT എക്സാമും ഇന്റർവ്യൂവും എങ്ങനെയുണ്ടായിരുന്നു? ദിയയുടെ ഒരു സെഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് ഇന്റർവ്യൂ ആണ് നടന്നത്. ആദ്യം കുറച്ച് ഫിസിക്കൽ എക്സാമിനേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് അന്നേ ദിവസം ഒരു ലഞ്ച് ടൈമിന് മുന്നേ തന്നെയാണ് എനിക്ക് ഇന്റർവ്യൂ നടന്നത്. എനിക്ക് 4 ലേഡീസ് ആയിരുന്നു എന്റെ ഇന്റർവ്യൂ പാനലിൽ ഉണ്ടായിരുന്നത്. ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, ഭയങ്കര കാമായിരുന്നു. എനിക്ക് അവർ സ്ട്രെസ് ഒന്നും തന്നില്ല. ചോദിക്കുന്നതിനൊക്കെ എനിക്ക് നന്നായിട്ട് ആൻസർ ചെയ്യാനും പറ്റി. എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞില്ലേ സാർ, എനിക്ക് നീറ്റിന് ഭയങ്കര സ്കോർ ഇല്ല. ഇതുകൊണ്ട് മാത്രം ആ ഇന്റർവ്യൂ എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. നല്ല രീതിക്ക് ഇന്റർവ്യൂ പോയി. അവര് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. എൻ്റെ അടുത്ത് ചോദിച്ചു എന്തുകൊണ്ട് ഇത്രയും നാളെ ലേറ്റ് ആയി. പിന്നെ ചോദിച്ചു YMNS സെക്കൻഡ് ഓപ്ഷൻ ആണോ എന്ന് ചോദിച്ചു. പിന്നെ ചോദിച്ചു MBBS തന്നെ പോയിക്കൂടെ, എന്തിനാ മിലിറ്ററി നഴ്സിംഗ്. അപ്പം അതിനൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൺവിൻസിങ് ആയിട്ട് ഒരു ആൻസർ പ്രിപ്പയർ ചെയ്യും. അപ്പം എന്തായാലും നല്ലോണം പറയാൻ പറ്റി. എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂവിന്റെയും CBT എക്സാമിന്റെയും തലേന്ന് നമ്മൾ സംസാരിച്ചിരുന്നു നമുക്ക്. എക്സാക്ട്ലി അല്ലേ? നമ്മുടെ ഒരു ഗൈഡൻസ്, എസ്പെയർ ഡിഫൻസിന്റെയും നമ്മുടെ ഒരു ഗൈഡൻസ് ദിയനെ എങ്ങനെ ഹെൽപ്പ് ചെയ്തു ഫ്രം ദ ബിഗിനിങ് ടു ടിൽ നൗ, ടിൽ ദി അലോട്ട്മെന്റ് പ്രോസസ്? അത് ഒത്തിരി സപ്പോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് എത്ര വാല്യൂബിൾ ആണ് എന്നുള്ള കാര്യവും എനിക്കറിയൂല. ഓക്കെ ഇതെങ്ങനെയാണ് അത്രേ ഉള്ളൂ. നഴ്സിംഗ് അല്ലയോ എന്ന് വിചാരിച്ച് മാറ്റി നിർത്തി. പക്ഷേ സാറാണ് എനിക്ക് ഇതിനെക്കുറിച്ച് നല്ലൊരു ഓവർവ്യൂ തന്നത്. ഇപ്പം കൂടുതൽ പ്രാവശ്യം സാറ് വിളിക്കുമ്പോൾ ഞാൻ ഉമ്മ എടുത്തിരുത്തും, കണ്ടോ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ എന്ന് ഇങ്ങനെ പറയാം. അപ്പൊ അവർക്കും ഒക്കെ ഭയങ്കര സമാധാന. ഇങ്ങനെ ഇതിന്റെ ബെനിഫിറ്റ്സ് ഉള്ള പോലെ തന്നെ നെഗറ്റീവ്സും ഉണ്ട്. എന്നിരുന്നാലും സാർ ഇങ്ങനെ പറയല്ലോ, ഓക്കെ ധൈര്യമായിട്ടിരിക്കുക, പേടിക്കണ്ട, ഇത് അങ്ങനെയാണ്. അപ്പം നിങ്ങൾ തരുന്ന ആ ഒരു സപ്പോർട്ട് എന്ന് പറയുമ്പോൾ അത് ടോപ്പ് നോട്ട് സപ്പോർട്ടാണ് തരുന്നത്. അതിന് ഒത്തിരി താങ്ക്സ്. താങ്ക് യു വെരി മച്ച് ദിയ. ഓക്കെ ദിയ, എന്റെ അടുത്ത ചോദ്യം, നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുട്ടികളുടെയും ലക്ഷ്യം MBBS ആയിരിക്കും. പക്ഷേ പല കുട്ടികൾക്കും അറിയില്ല MBBS കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് എ ഡിഗ്രി. MBBS എന്ന് പറയുന്നത് ഒരു ഡിഗ്രിയാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് MD ചെയ്താലോ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് പോയാലേ നമുക്ക് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കരിയർ ലഭിക്കുള്ളൂ. പക്ഷേ മിലിറ്ററി നഴ്സിംഗ് സർവീസ് അല്ലെങ്കിൽ AFMC വഴി നമുക്ക് സൗജന്യമായിട്ടാണ് ഡിഗ്രി പഠനം നടത്താൻ സാധിക്കുക. ലക്ഷങ്ങൾ ചെലവാക്കിയുള്ള നോർമൽ നഴ്സിംഗോ MBBS പോലുള്ള പഠനം നമുക്ക് ആവശ്യമില്ല.
അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് പഠനശേഷം സൗജന്യമായിട്ട്, അതായത് പഠനശേഷം നിങ്ങൾക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റനന്റ് റാങ്കിലാണ് ഓഫീസറായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുക, അല്ലേ? അപ്പോ പല കുട്ടികൾക്കും നീറ്റിന് പ്രിപ്പയർ ചെയ്ത് MBBS കിട്ടിയില്ലെങ്കിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി, ഒരുപാട് അവര് ട്രോമയിലൂടെ കടന്നു പോകും. അപ്പോ ദിയയുടെ അവർക്കുള്ള ഒരു ഉപദേശം എന്താണ്? അതായത് ഈ മിലിറ്ററി നഴ്സിംഗ് ആയാലും AFMC ആയാലും അതെങ്ങനെ അവർക്ക് ഉപകാരപ്പെടുത്താം? മിലിറ്ററി നഴ്സിംഗ് എന്ന് പറയുന്നത് MBBS-നേക്കാൾ ഒട്ടും കുറവുള്ളതല്ല. ഇപ്പൊ തന്നെ എന്റെ ഫ്രണ്ട്സ് ഒത്തിരി പേര് മെഡിക്കൽ കോളേജുകളിൽ ഉണ്ട് കറന്റ്. ഗവൺമെന്റ് ആയിക്കോട്ടെ, സെൽഫ് ഫിനാൻസ് ആയിക്കോട്ടെ, AFMC ആയിക്കോട്ടെ, ഒത്തിരി പേരുണ്ട്. പക്ഷെങ്കില് നാട്ടിലെ കുട്ടികളെ ഇങ്ങനെ വിളിക്കുമ്പോൾ അവർ പറയും, എടാ എന്തിനാണ് കാര്യം, ഇനി 5 വർഷം കഴിഞ്ഞിട്ട് നീറ്റ് PGക്ക് പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ഇപ്പോഴേ ഭയങ്കര സ്ട്രെസ്ഡ് ആണ് അവര്. എന്നിട്ട് ഞാൻ അത് കിട്ടിയെന്ന് ഒരിടത്ത് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ഓടാ എന്ത് ഭാഗ്യാണ്, രക്ഷപ്പെട്ടില്ലേ, 4 വർഷം കഴിയുമ്പോൾ കരിയർ സെറ്റ് ആയില്ലേ. അതൊരു രീതി പറഞ്ഞാൽ സുഖം, സന്തോഷമാണ് കേൾക്കുമ്പോ. പിന്നെ ഡിപ്രഷൻ അടിക്കുന്ന കുട്ടികളെടുത്ത് ഇതൊന്നും ഒന്നിന്റെ അവസാനമല്ല. MBBS ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനേക്കാളും സ്ട്രെസ്സാണ്. പിന്നെ നീറ്റ് PG അതിനേക്കാളും സ്ട്രെസ്സാണ്. സ്ട്രെസ് എടുക്കാൻ എപ്പോഴും തയ്യാറായിട്ട് നിൽക്കുക, എന്നാൽ മാത്രമേ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എടുക്കുന്ന സ്ട്രെസ്സിനെ ഇച്ചിരി ഹാപ്പി ആയിട്ട് ഹാൻഡിൽ ചെയ്യുക. കാരണം ഒത്തിരിയൊക്കെ സ്ട്രെസ് ഈ പ്രായത്തിൽ എടുത്താൽ പെട്ടെന്ന് ഏജായി അങ്ങ് ക്ഷീണിച്ചു പോകും. അതുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക, അത്രയേ ഉള്ളൂ. ഗ്രേറ്റ് മെസ്സേജ് ദിയ. സോ ദിയ ഓൾ ഇന്ത്യ റാങ്ക് 181 എന്ന് പറയുന്ന വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള റാങ്ക് ആണ് വാങ്ങിയത്. കാരണം എസ്പെഷ്യലി അതിന്റെ റീസൺ 220 സീറ്റ്സ് മാത്രമേ ഓൾ ഇന്ത്യ തലത്തിൽ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ദിയയുടെ ഈ റാങ്കിന് വലിയ ഇമ്പോർട്ടൻസ് ഉള്ളത്. ഓക്കെ, സോ ഗോഡ് ബ്ലെസ് യു ദിയ. വിൽ ബി in touch. Asper Defense Academy will proud about you, and we are so happy to have you here. So God bless you. All the best, dear.